ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു എന്ന വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഇപ്പോൾ വരികയാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് സീതാറാം യെച്ചൂരി ചികിത്സയിൽ കഴിയുകയായിരുന്നു. അങ്ങനെ ചികിത്സയിൽ കഴിഞ്ഞ യെച്ചൂരിയുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്ന വളരെ ദുഃഖകരമായ വാർത്ത ഇപ്പോൾ ഈ നിമിഷം വരികയാണ്. അത്യന്തം ദുഃഖകരമായ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ B. ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്നും ചേരുന്നത്. ബാലു, ഡോക്ടർമാർ ക്ഷമിക്കണം, ബസന്താണ് ചേരുന്നത്. ബസന്ത്, എല്ലാ തരത്തിലും ഡോക്ടർമാർ ശ്രമം നടത്തിയിരുന്നു, പക്ഷേ നേരിയ തോതിൽ മാത്രമേ അതിനുള്ള പുരോഗതി ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു, സ്ഥിരീകരണം വന്നുവോ? സീതാറാം യെച്ചൂരി അന്തരിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ കേരളം കേൾക്കുന്നത്. അങ്ങനെ CPM-ന്റെ നെടുന്തൂണായ സീതാറാം യെച്ചൂരി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഡൽഹിയിൽ മരണപ്പെട്ടിരിക്കുന്നു, മരണം സംഭവിച്ചിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സീതാറാം യെച്ചൂരിയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യെച്ചൂരിയുടെ ആരോഗ്യനില അതീവ ഗുരുതരം എന്ന വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ നിമിഷങ്ങളിൽ കേട്ടത്. അങ്ങനെ ആരോഗ്യനില തൃപ്തികരം അല്ല എന്ന ഒടുവിലത്തെ റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുമ്പോൾ സീതാറാം യെച്ചൂരിയുടെ മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണം വന്നു എന്ന് മനസ്സിലാക്കുന്നു. ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, ഔദ്യോഗിക സ്ഥിരീകരണം വന്നോ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്നും? സീതാറാം യെച്ചൂരി അല്പസമയം മുമ്പാണ് അന്തരിച്ചത്. ഇന്ന് രാവിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയും ഡോക്ടർ V. ശിവദാസനും ഒക്കെ തന്നെ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഇന്നിപ്പോൾ ഉച്ചതിരിഞ്ഞ് ഏകദേശം ഒരു 10-15 മിനിറ്റ് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. പാർട്ടി ഓഫീസിൽ ഇപ്പോൾ പാർട്ടി നേതാക്കളൊക്കെ തന്നെ ഉണ്ട്. PB അംഗങ്ങളായ MA ബേബി, അതോടൊപ്പം തന്നെ വിജയരാഘവൻ, രാഘവലു തുടങ്ങിയവരൊക്കെ തന്നെ ഇപ്പോൾ പാർട്ടി ഓഫീസിലുണ്ട്. അദ്ദേഹം ഏറെ ദിവസങ്ങളായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എയിംസിൽ ചികിത്സയിലായിരുന്നു. മരുന്നുകളൊന്നും തന്നെ ഫലിക്കാത്ത സാഹചര്യത്തിൽ പ്രത്യേക ഒരു റെസ്പിറേറ്ററി സംവിധാനവും അതോടൊപ്പം തന്നെ ചില മരുന്നുകളും ഒക്കെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നും ഒരു ഡോക്ടറും പ്രത്യേകമായി ചികിത്സയ്ക്കായി അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് അവസാന ശ്രമങ്ങൾ നടത്തിയിരുന്നു. മെനിഞ്ഞാന്ന് ഒരു മരുന്ന്, അതായത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു മരുന്ന് അദ്ദേഹത്തിന് നൽകുകയുണ്ടായിരുന്നു. പക്ഷേ അതിനോടും വലിയ തോതിൽ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ പുറത്തു വന്ന വിവരങ്ങൾ. അവിടെ അദ്ദേഹത്തിന് ഏതായിരുന്നാലും അല്പസമയം മുമ്പ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ സീതാറാം യെച്ചൂരി അന്തരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയുക.